ദിലീപ് കുറ്റക്കാരനല്ല. തെളിവുകൾ ദിലീപിനെതിരെ നൽകാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അങ്ങനെ ദിലീപ് കുറ്റവിമുക്തനായി. 8 വർഷം അദ്ദേഹത്തെ വേട്ടയാടിയവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നടന്നു വരുന്ന ദിലീപ്. ഇത് ദിലീപിന്റെ നിയമ പോരാട്ടമാണ്. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരെ മുഴുവൻ ദിലീപ് അകത്താക്കും എന്നുള്ള ശപഥം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ ദ ഹിന്ദുവിനൊക്കെ അഭിമുഖം നൽകിയതിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോടതി വെറുതെ വിട്ടിട്ടും ദിലീപിനെ ചിലർ വെറുതെ വിടുന്നില്ല. ചാനലുകളിലെ ചില ജഡ്ജിമാർ പറയുകയാണ് ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ. അല്ലെങ്കിൽ പിന്നെ പൾസർ സുനി ചെയ്തത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ഈ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് കോടതി ഉത്തരം വന്നില്ല, അല്ലെങ്കിൽ കോടതി ഇതിനെന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്നൊക്കെയാണ് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടതിനെ കുറിച്ചാണ് ഇവരുടെയൊക്കെ പരാമർശം. ദിലീപിനെ തൂക്കിക്കൊന്നാൽ ഇവരുടെയൊക്കെ പ്രശ്നം തീരും. ദിലീപിന്റെ കേസാണോ? അതിൽ അന്തിമവിധി വന്നതാണല്ലോ. ഇന്നലെ വന്നു, പക്ഷെ അത് തീർന്നില്ല. ദിലീപിനെ തൂക്കിക്കൊന്നില്ല, ജീവപര്യന്തം പോലെ ശിക്ഷ വിധിച്ചില്ല. എന്ത് വേണം, ഒരു ആരാച്ചാർ ഉണ്ടല്ലോ, ആരാച്ചാറെ വിളിച്ചാൽ മതിയല്ലോ. അത് തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്. കോടതി വധശിക്ഷ മാധ്യമ ജഡ്ജിമാരുടെ വിധി വന്നില്ല. അല്ല വന്ന അതിൽ വളരെ ആധികാരികമായ വിധിയല്ലേ. അതായത് ചീഫ് ജസ്റ്റിസ് വിനു വി ജോണിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ ബെഞ്ചാണ് അദ്ദേഹത്തിന് ഗില്ലറ്റിൻ വിധിച്ചത്. അതായത് അതിൽ ജസ്റ്റിസ് ജയശങ്കറുണ്ട്, ജസ്റ്റിസ് മാത്യു സി ജോസഫ്, ഇവരെല്ലാം അടങ്ങിയ ബെഞ്ചാണ്. അവിടെ വാദിക്കാൻ പോയി ഇയാളെ ജസ്റ്റ് അന്ന് വെറുതെ വിട്ടേക്കണേന്ന് പറഞ്ഞ് വാദിക്കാൻ മഹേഷ് എന്ന് പറയുന്ന പാവം സിനിമാ നടൻ അദ്ദേഹത്തെ ചിരിച്ച് പുച്ഛിച്ച് കൊന്നുകളഞ്ഞെന്നേ. അദ്ദേഹത്തിൻ്റെ ഭാഗം വാദിക്കാൻ അവസരം കൊടുത്തില്ല. ബ്രിട്ടീഷുകാരുടെ കോടതിയിലേ നടക്കുന്ന പോലെ അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. മനസ്സിലായോ? അങ്ങനെ വിധിച്ചിരിക്കുക. ദിലീപ് കുറ്റവാളി. അദ്ദേഹം ഗൂഢാലോചന നടത്തി. അദ്ദേഹം ചെയ്യാത്ത കുറ്റങ്ങളൊന്നുമില്ല ഇവരുടെ ദൃഷ്ടിയിൽ. ഹണിയം കുര്യാക്കോസിനെയും ഹണിയം വർഗീസിനെയും വിധിച്ചു. കാരണം അവർ ശരിയല്ല, അവർ ശരിയായ ജഡ്ജിയല്ല. അതിജീവിതം അവരെ ഭയക്കുന്നു പോലും. ഈ അതിജീവിതയും സംഘവും കൂടെ കേസുമായിട്ട് 3 തവണ സുപ്രീം കോടതിയുടെ പടിയൗട്ടി കയറി ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇവർ തന്നെയാണ് പറഞ്ഞ ഒരു സ്ത്രീയെ ജഡ്ജിയായിട്ട് വേണമെന്ന്. അങ്ങനെയാണ് ഹണി എം വർഗീസിനെ അവിടെ വെച്ചു കൊടുത്തത്. പാവം ആ സ്ത്രീ, അവരും ഒരു സ്ത്രീയല്ലേ. അവരെ ഇങ്ങനെ ഇട്ട് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നു. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ നിയമാനുസൃതമായ മാർഗങ്ങളിൽ കൂടി അവർ പരീക്ഷിച്ച് അതിൻ്റെ ചട്ടം പ്രകാരം വന്ന ഒരാളിനെ ഇങ്ങനെ ഇട്ടിട്ട് ചാനൽ രാജാക്കന്മാരെല്ലാം കൂടെ കിടന്ന് അപഹസിക്കുക. എന്ത് ദോഷമല്ല, ഇതും സ്ത്രീയോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയല്ലേ. സ്ത്രീ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു സ്ത്രീയെ തന്നു, പിന്നെ അവർ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇത് അജകുമാർ എന്നും പറഞ്ഞൊരു വക്കീലുണ്ട് പോലും. അയാൾക്ക് ഇഷ്ടപ്പെട്ട ജഡ്ജിയെ അവിടെ വെക്കണം. കൊള്ളാമല്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. അത് ഞങ്ങൾക്ക് ഇപ്പോൾ പറയുക, ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് പറയുക പ്രധാനമന്ത്രി ഇന്ന ആൾ മതി. അവരങ്ങ് തീരുമാനിക്കട്ടെ. പിന്നെ ചാനലുകളങ്ങ് തീരുമാനിക്കട്ടെ. വിധി എന്തായിരിക്കണമെന്ന് ഒരു കാര്യം ചെയ്താൽ മതി. വിനു വി ജോണും സംഘവും അങ്ങ് എഴുതി കൊടുത്താൽ മതി ഇന്ന വിധി പറയണമെന്ന്. പോരെ ഹണി, ഇത് നമ്മുടെ സമയം ലാഭിക്കാമല്ലോ. 8 വർഷക്കാലം ഈ ദിലീപിനെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതെന്തിനാ? ഒരു പീഡനമല്ലേ? 8 വർഷം ശിക്ഷ അനുഭവിച്ചു. അതെ, മഹാനായ നടൻ. ഇതുമൂലം മലയാള സിനിമയ്ക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, ഞങ്ങൾ പാവങ്ങൾ വല്ലപ്പോഴും വിനോദിക്കാൻ വേണ്ടി കാണുന്നതാണ് ഇദ്ദേഹത്തിന്. ഞങ്ങൾ വിചാരിച്ചു ഇയാൾ മഹാകൊലപാതകയും ഗൂഢാലോചനക്കാരനുമായിട്ട് ഇയാളുടെ സിനിമ ഞങ്ങളും ബഹിഷ്കരിച്ചു. ഈ പോയ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം ആര് കൊടുക്കും? ഈ ചാനൽ കൊടുക്കുമോ? അതിൻ്റെ മാനേജർമാർ കൊടുക്കുമോ? ഈ ആണല്ലോ. ധന്യ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്പർ 1, ഞങ്ങൾ നമ്പർ 1 എന്ന് കേരളമെന്ന് പിണറായി പറയുന്നു. ഞങ്ങളുടേത് നമ്പർ 1 ചാനൽ എന്ന് പറയുന്ന ചാനലാണല്ലോ ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിൻ്റെ വ്യൂവർഷിപ്പ് എത്ര? അവർ അവകാശപ്പെടുന്ന വ്യൂവർഷിപ്പ് എത്ര? ഏകദേശം പോട്ടെ, നിങ്ങളുടെ അതൊരു മാക്സിമം വന്നാൽ പോകുന്നത്, ഏറ്റവും കൂടിയ ചാനൽ പോകുന്നത്, ഏറ്റവും കൂടിയതെന്ന് പറയുന്നത് 200K അല്ലെങ്കിൽ 300, 400K ആയിക്കോട്ടെ. 400K എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ പൊതുജനങ്ങളെ? 400 × 1000 ആണ്. അപ്പോൾ എത്ര വരും? 4 × 1000 4 ലക്ഷം. 4 ലക്ഷം പേരാ. ഇനി സകലമാന മരം വെട്ടി ഉണ്ടാക്കിയ ചാനലും മരം വെട്ടി കൊള്ള നടത്തിയ ചാനലും എല്ലാം കൂടെ കൂട്ടി നമുക്ക് കിട്ടിയാലും വരുന്നത് 4 ലക്ഷം എന്ന് പറയുന്നത് ഒരു 100K ആയിട്ട് 400 അല്ല 1000K ആയിട്ട് മാറുമെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര വരുന്നു? 4 ലക്ഷം മാറിയിട്ട് 10 ലക്ഷമാണ് വരുന്നത്. കേരളത്തിലെ ജനസംഖ്യ എത്ര ആവുക? 4 കോടിയോളം വരും. ഇപ്പം മലപ്പുറത്ത് പോയി, അത് തിരുവനന്തപുരത്തും ജനസംഖ്യ കൂടി. ഇപ്പം ആകപ്പാടെ കൂടെ തന്നെയുടെ നാട്ടിലും ജനസംഖ്യ കൂടിയിട്ടുണ്ട്, അറിയുന്നില്ലേ? അപ്പോൾ വരുന്നത് ഒരു 4 കോടിയോളം ആയിട്ടുണ്ട് ഇതിനകം. മനസ്സിലായില്ലേ?
അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ വംശവർദ്ധനവ് കൂടിക്കൊണ്ട് വരികയാണ്. വംശവൃക്ഷം ഇങ്ങനെ വളർന്നു വരികയാണ് ശാഖപ്രശാഖകളായിട്ട് എല്ലായിടത്തും. അപ്പോൾ അത്രയും വരും. മനസ്സിലായി? അതിൻ്റെ എത്ര ഒരു മിനിസ്ക്യൂൾ മാത്രമാണ് നിങ്ങളുടേത് അറിയാമോ? കേരളത്തിലെ ജനങ്ങളല്ലത്, കേരളത്തിലെ കേരളത്തിൻ്റെ അഭിപ്രായവുമല്ല, കേരളത്തിൻ്റെ സമൂഹമല്ല. പിന്നെ രസത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ ജയറാമിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ദിലീപിൻ്റെയും ഒക്കെ തമാശകൾ കാണാൻ വേണ്ടി കാണുന്ന പോലെ അന്തിച്ചർച്ചയിലെ തമാശകൾ കാണാൻ ഞങ്ങൾ വന്നിരിക്കും. ശരിയാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെല്ലാവരും മുഖവിലയ്ക്ക് എടുക്കുന്നവർ ചിലർ കാണും. ഇതെല്ലാം അങ്ങ് വിശ്വസിച്ചുകൊണ്ട് എന്തും വിശ്വസിക്കുന്നു. വ്യാജ ഡോക്ടർമാരെയും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഡിജിറ്റൽ അറസ്റ്റ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ വിശ്വസിച്ചിരിക്കും. അതുകൊണ്ട് അധികം അങ്ങ് അഹങ്കരിക്കേണ്ട. ഒരു സിന്ധു സൂര്യകുമാർ കുംഭമേളയെ പറ്റി പറഞ്ഞിട്ട് അങ്ങ് വലിയ ഒരു പരാക്രമമാണ് താൻ നടത്തിയത് എന്നൊരു വിശ്വാസത്തോടു കൂടി ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ? ഞാൻ ഇനിയും പറയും എന്ന് പറഞ്ഞ് നിർലജ്ജത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മാത്രമായിട്ടേ അതിനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിവരക്കേട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഉന്തം? നിങ്ങൾക്ക് ഇത്രയേ വിവരമുള്ളൂ എന്ന് ആളുകൾ ജഡ്ജ് ചെയ്യും, പരിഹസിക്കും. നിങ്ങൾ ഈ ഹണി വർഗീസിനെ പരിഹസിച്ചതുപോലെ, മഹേഷിനെ പരിഹസിച്ചതുപോലെ നിങ്ങളെ ഉള്ളിൽ പരിഹസിക്കും. അവർക്ക് പിന്നെ മൈക്കും വേദിയും ചാനലും ഇല്ലാത്തതുകൊണ്ട്, സ്റ്റുഡിയോയും ഇല്ലാത്തതുകൊണ്ട് അവർ പറയില്ലെന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കാര്യം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അല്ല സാർ, ദിലീപ് ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഇന്നലെ മുതൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്നലെ മുതൽ അയാളുടെ തിരക്കുകളിലേക്ക് പോയിട്ടുണ്ടാകും. അയാളുടെ പുതിയ സിനിമകൾ, അയാളുടെ ബിസിനസ്സുകൾ, അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്നൊന്ന് മോചിത അയാൾ ഇന്നലെ രാത്രി ഒന്ന് സമാധാനത്തിൽ ഉറങ്ങിക്കാണും. ഇന്ന് മുതൽ അയാളുടെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായി കാണും. ഇവന്മാരിവിടെ ഇരുന്ന് റേറ്റിംഗ് കൂട്ടാനായിട്ട് ദിലീപിനെ ശിക്ഷിക്കണം. കോടതി വെറുതെ വിട്ട ഒരു കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു. അതിൽ എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നറിയില്ല. കാരണം കോടതി സെഷൻസ് കോടതി വെറുതെ വിട്ട ഒരാളാണ്. ശിക്ഷ വിധിച്ച ഒരാൾക്ക് ശിക്ഷ കുറച്ച് കിട്ടാൻ എളുപ്പമാണ്. വെറുതെ വിട്ട ഒരാളിനെ വീണ്ടും ശിക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയകരമായ ഒരു കാര്യമാണ്. കാരണം കോടതിയെ കൂടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി അല്ല, ജസ്റ്റിസ് ഡിനൈഡ്. അപ്പം ഗവൺമെൻറ് പുതിയൊരു കേന്ദ്ര നിയമമന്ത്രി പുതിയൊരു പരിഷ്കാരം കൊണ്ടുവരും. അതായത് കേരളത്തിലെ പ്രമുഖമായ ഈ ചാനൽ, നമ്മൾ ഈ പറഞ്ഞ ചാനല്, ഈ സംഭവം നടന്ന ഉടനെ അവരൊരു വിചാരണ മാധ്യമ വിചാരണ അല്ല, അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ നമ്പർ 1 എന്ന് പറയുന്ന ചാനല് അതാണ് സുപ്രീം കോടതി. ബാക്കി ഹൈക്കോടതി, സെഷൻസ് കോടതി, അങ്ങനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, ഇങ്ങനെയൊക്കെ പോകും. വിചാരണ കോടതി, പിന്നെ ജില്ലാ കോടതി, അങ്ങനെ പോട്ടെ. ഇതാണ് സുപ്രീം കോടതി. അവരുടെയാണ് വിധി അന്തിമ വിധി. ചിലപ്പോൾ നേരിട്ട് അവർ വിധി അങ്ങ് പറയും. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന വിധി ഇങ്ങനെ ഒരു വെർഡിക്റ്റൊക്കെ അടിച്ചു വരുമല്ലോ, അതുപോലെ അടിച്ച് ഗവൺമെൻറ്റിൻ്റെ കൊടുത്താൽ മതി, ശിക്ഷിക്കാം. അങ്ങനെ ഒരു ഏർപ്പാടാക്കാം. നല്ല സൗകര്യമല്ലേ? അപ്പോൾ ഈ കോടതിക്കും എത്രയും വലിയ ചിലവുമില്ല, തീർപ്പുമില്ല. വക്കീലന്മാർക്ക് പണി പോകും. കാരണം അന്തിച്ചർച്ചയിൽ ഇരിക്കുന്നവർ മാത്രമായിരിക്കും വക്കീലന്മാരായിട്ട്. സാരമില്ല, എന്നാലും വേണ്ടുമില്ല, അവർ വേറെ വല്ല പണിക്കും പോകട്ടല്ലേ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ അങ്ങ് അടിമുടി മാറ്റി അതിൻ്റെ അലകും പിടിയൊക്കെ മാറ്റാൻ പോവുക. നല്ലതല്ലേ അത്? അങ്ങനെ അങ്ങ് കൊടുക്കാം. കാരണം ചീഫ് ജസ്റ്റിസ് വിനു വി ജോൺ ജിൻ്റെ വിധി എന്നും പറഞ്ഞിട്ട് വാർത്തകൾ വെച്ചു. അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? അത് മതിയല്ലോ. ഈ പാവപ്പെട്ട ഒരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ട് അവരെ ഇട്ട് അവമാനിക്കുക എന്ന് മാത്രമല്ല, മറുപക്ഷം എന്ന് പറഞ്ഞ സംഭവമില്ലേ, ബാലൻസ് ചെയ്യാനായിട്ട് കൗണ്ടർ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് പറയാൻ വന്ന മഹേഷിൻ്റെ പുറത്ത് അവർ അധിക്ഷേപങ്ങളുടെ പൊങ്കാലയിട്ട് വളരെ മാന്യമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. എൻ്റെ സുഹൃത്തൊന്നുമല്ല, പക്ഷെ വളരെ മാന്യമായിട്ട് സംസാരിച്ച അയാളെ അധിക്ഷേപ ശരങ്ങളാൽ ഇവരെല്ലാം കൂടി ഇട്ട് ആക്രമിച്ചു. എന്ത് മോശമാണ്. അപ്പോൾ ഇതാണ് ലോപ്പ് സൈഡഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതാണ് നടന്നത് ഇന്നലെ. ഇത് എന്താ പറയുക, രാമൻപിള്ള എന്ന് പറയുന്ന ആൾക്ക്, രാമൻപിള്ളയാണ് പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢശ്രമം നടന്നിട്ടുണ്ട്. അത് സന്ധ്യ പ്രതിയാണ് അതിൽ. അതുപോലെ തന്നെ മഞ്ജു വാര്യർ പ്രതിയാണ് എന്ന് ദിലീപും സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആസൂത്രണം നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രമെന്ന് പറയുന്നതും വലിയ ബുദ്ധിജീവിയായിട്ടുള്ള ഒരു നടനേ ഉള്ളല്ലോ നമുക്ക്. പൃഥ്വിരാജാണ് അദ്ദേഹം. പൃഥ്വിരാജ് എമ്പുരാനെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാൻ. മലയാസുമാരൻ പറയുന്നുണ്ട്, എൻ്റെ മോനെ കവിഞ്ഞൊരു ബുദ്ധിമാൻ ഈ കേരളത്തിലെങ്ങും ഇല്ല, നല്ല അഭിനയം. എൻ്റെ ഭാര്യ പറഞ്ഞു പോലെ എൻ്റെ ഭർത്താവിൻ്റെ അത്രയും ചങ്കൂറ്റമുള്ളവർ കേരളത്തിലാരും ഇല്ലാന്ന്. അവനെ എനിക്ക് അഭിമാനമാണെന്ന് എന്ന് പറഞ്ഞല്ലേ. ആ പുള്ളിക്കാരനാണ് ഈ ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കണം, അച്ഛനിൽ നിന്നും പുറത്താക്കണമെന്ന് സകലമാന ബഹളവും കൂട്ടിയത്. അപ്പോൾ ആ ഗൂഢകേന്ദ്രം ഇപ്പോൾ അനങ്ങാതിരിക്കുക. അപ്പോൾ തൻ്റെ സ്ഥാനം പോകും ദിലീപ് വന്നാലെന്നുള്ള പേടി കൊണ്ട് ദിലീപിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത മഹാക്രൂരമായിട്ടുള്ള ഒരു ഗൂഢാലോചന ആണെന്ന് നമ്മൾ ആരോപിച്ചാൽ എന്തേ? വിനു വി ജോണിനെ ആരോപിക്കാവുന്ന പോലെ നമുക്ക് ആരോപിച്ചു. എന്തേ?
അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെയും എന്നെയും നയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അല്ലാതെ പ്രത്യേകിച്ചൊരു പ്രിവിലേജും ബിനു വി ജോണിലില്ല. ആ പ്രിവിലേജെല്ലാം എനിക്കുമുണ്ട്, ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് ആരാധകർ എനിക്കില്ല, അത് വേണ്ട. എനിക്ക് എൻ്റെ ഇതുണ്ടല്ലോ, ഈ സാധനം മാത്രം മതി. നിങ്ങൾ പറയുന്നത് വെറും പൊട്ടയാണെന്ന് എന്നെ ചിന്തിപ്പിക്കാനും പറയിപ്പിക്കാനും അത് മതി. അത് ഉപയോഗിച്ച് തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളുടെ നീതിയും നിങ്ങളുടെ ന്യായവും എനിക്കും ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെയും പറയാം. പാവപ്പെട്ട എൻ്റെ ഈ പ്രശ്നം ഇതാണ്. എനിക്കറിയില്ല, സിനിമാ നടികളുടെ കാര്യമൊന്നും അറിയില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇതുപോലെ ഒരുപാട് ഗൂഢവും അതുപോലെ തന്നെ കൊട്ടേഷനുകളും നടക്കുന്ന ഒരു അധോലോകമാണ് സിനിമ എവിടെയും. അത് ബോളിവുഡിലായാലും ഹോളിവുഡിലായാലും ടോളിവുഡിലായാലും മോളിവുഡിലായാലും, അതായത് മലയാള സിനിമയിലായാലും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് മാനം മര്യാദയായിട്ടുള്ളവർ അങ്ങോട്ട് പോകാൻ മടിക്കുന്നത്. അതാണ് സത്യം. ഇതിൽ ചിലപ്പോൾ മാനമായിട്ട് തന്നെ ജീവിച്ച് അഭിനയം മാത്രം കാഴ്ചവെക്കുന്ന ആൾക്കാരുണ്ടാവാം. മറ്റു പലർക്കും അവരുടെ അഭിമാനം തന്നെ ഇല്ലാതാക്കേണ്ടി വരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പലരും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മയിൽ നിന്ന് വന്ന ഹേമ കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട കേസുകൾ തന്നെ അതിൻ്റെ ഉദാഹരണം. നമ്മുടെ മഹാനടന്മാരും നമ്മുടെ ആരാധനാപാത്രങ്ങളുമായിട്ട് നടക്കുന്ന പലരുടെയും ഇരുൾ മൂടിയ വശങ്ങളുമുണ്ട്. അവരുടെ അലമാരകൾക്കകത്ത് ധാരാളം അസ്ഥികൂടങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കൊട്ടേഷനുകളും ഇതുപോലുള്ള പരിപാടികളും റീലുകളിൽ മാത്രമല്ല, സിനിമകളിൽ മാത്രമല്ല, റിയൽ ജീവിതത്തിലും അവിടെ സ്ഥിരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനല്ല, പൾസർ സുനി തന്നെയാണ്. അത്രയും വലിയ പ്രശ്നമാക്കേണ്ട കാര്യം എന്താ? അദ്ദേഹത്തിന് ഇതൊരു നിസ്സാര പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവസാനിക്കുകയോ ഇതിൽ ആരംഭിക്കുകയോ ചെയ്തിട്ടുള്ള ഒന്നല്ല ഇത്. പക്ഷേ ചിലരുടെ നിർബന്ധമാണ് ഇതിനകത്ത് ദിലീപിനെ പെടുത്തണം, അയാളെ നശിപ്പിച്ച് കളയണമെന്നുള്ളത്. ആ ലക്ഷ്യം സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു നിരാശ, അത് ദയവ് ചെയ്ത് നിങ്ങൾ ദിലീപിനോട് പ്രകടിപ്പിച്ചല്ലോ. പാവപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് നേരെ പ്രയോഗിക്കുന്നത് സ്ത്രീകളോടുള്ള അവഹേളനമാണ്, സ്ത്രീ നീതിയോടുള്ള അവഹേളനവുമാണ്. അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നല്ല. അവർ ഒരു സ്ത്രീയാണ്, അവർക്കും കിട്ടണം നീതി, അവർക്കും കിട്ടണം. അതിജീവിതയ്ക്ക് മാത്രമല്ല, അവർക്കും നീതി കിട്ടണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.